സംവിധായകൻ എന്ന നിലയിൽ നമ്മൾ ഇതിനോടെല്ലാം ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല എന്നും കൂടി ഞാൻ ചിന്തിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഒരുപാട് ഇമോഷണൽ കണ്ടൻ്റുള്ള ആൾക്കാർ കരഞ്ഞിട്ടുള്ള ആൾക്കാരെ ഉലച്ചു കളഞ്ഞിട്ടുള്ള രംഗങ്ങളൊക്കെ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഞാൻ അതിൽ നിന്നും മാറി നിന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ അതിനകത്ത് ക്യാരി എവേ ആയിപ്പോകും. അതിൻ്റെ കൂടെ ഞാനും പോകേണ്ടി വന്നല്ലോ. പക്ഷേ എൻ്റെ എക്സിക്യൂഷൻ ഏരിയയിലൊക്കെ ഞാൻ ചിലപ്പം വൈകാരികതയ്ക്ക് കീഴ്പ്പെടാതെ മാറി നിൽക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ചിലപ്പോൾ സിനിമ പിന്നീട് കാണുമ്പോൾ ഞാൻ ഇമോഷണലി ചിലപ്പോൾ അതിനെ എന്നെയും ബാധിക്കാറുണ്ട്. പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും അതിനോട് ഡിറ്റാച്ച്ഡായിട്ട് എത്തിക്കണം. കാരണം ഞാൻ ഈ തിരക്കഥ പലവാറ്റി വായിച്ചിട്ടുണ്ട്. ഈ കഥാസന്ദർഭങ്ങളിലൂടെ ഞാൻ എൻ്റെ മനസ്സൊരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും മികച്ചൊരു കഥാപാത്രമാണ് കിരീടത്തിലെ സേതുമാധവൻ എന്നുള്ള കഥാപാത്രം. അത് ആരെങ്കിലും ജീവിതവുമായി പകർത്തിയതാണോ അതോ ഒരു എഴുത്തുകാരൻ്റെ ഭാവന സൃഷ്ടിയായിരുന്നു? ലോഹിക്ക് പരിചയമുള്ള ആരൊക്കെ ഉണ്ട് അതിനകത്ത്. ഒന്ന് അവിടെ നാട്ടിലുണ്ടായിരുന്നൊരു ആശാരി ആണ് ഒരു കഥാപാത്രം. അതാണ് സേതുമാധവനായിട്ട് പിന്നീട് അത് മാറിയത്. അയാൾ ഒരു കള്ളുഷാപ്പിൽ വെച്ചിട്ട് ആളറിയാതെ ഒരു ഗുണ്ടയായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാവുകയും അയാളുടെ പണിയായുധം വെച്ചിട്ട് അയാളെ കുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇയാളൊരു വലിയ ഗുണ്ടയാണെന്ന് അറിയുകയും അയാൾ പേടിച്ച് നാടുവിടുകയും ചെയ്തു പോയി ഒരു കഥയുണ്ട്. അയാൾ പിന്നെ ജയിലിലായി. ഇടയ്ക്ക് ലോഹിയെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് ആ കഥയുടെ ഒരു ഇൻസ്പിറേഷനായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു ഭാവന സൃഷ്ടി കൂടിയാണ്. സാറിന് ഈ സേതുമാധവന്റെ കഥയില്ലാതെ വേറൊരു കഥ രണ്ടാം ഭാഗം വേണം എന്ന് തോന്നിയിട്ടുള്ളായിരുന്നു സിനിമ കരിയറിൽ ഉണ്ടാക്കുന്നത്? ദശരഥത്തിൻ്റെ ഒരു രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അതിൻ്റെ തിരക്കഥയും പൂർത്തീകരിച്ചിരുന്നു. പക്ഷെ അത് സംഭവിക്കാനുള്ളൊരു അനുകൂല സാഹചര്യം ഉണ്ടായില്ല. അവസാനമായിട്ട് 2007 ലാലേട്ടനുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഫ്ലാഷ് എന്ന സിനിമയായിരുന്നു അവസാനമായിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു 18 വർഷം കഴിഞ്ഞു ആ ഒരു കോംബോ. ഒരു മലയാളത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു കോംബോ ആണത്. ഇനി ഞങ്ങൾക്ക് അത്തരം ഒരു സിനിമ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്? അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് ഇത് ലാലേട്ടൻ എപ്പോഴും പറയാനുള്ള പോലെ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാം കൂടെ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ല. ഇറ്റ് ഹാപ്പൻസ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ഓരോ സിനിമകളും അങ്ങനെ സംഭവിച്ചതാണ്. ഇനിയും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് സിനിമകൾ സാറിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് മമ്മൂക്ക. മമ്മൂക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തനിയാവർത്തനമാണ് മമ്മൂക്കയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത്. പ്രേക്ഷകനെ വളരെ നൊമ്പരപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു തനിയാവർത്തനം. ഹ്യൂമർ സിനിമകളിലൂടെ സഞ്ചരിച്ചിരുന്ന സാറ് പെട്ടെന്നൊരു സീരിയസ് സിനിമയിലേക്ക് എത്രമാത്രം ആ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ സാറിന് ഒരു ഉള്ളിൽ ഒരു വേദന അല്ലെങ്കിൽ ഒരു ആത്മസംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ സിനിമ ചെയ്യുന്ന സമയത്ത്? ഞാൻ അതുവരെ ചെയ്തു പോന്നിരുന്ന സിനിമകളുടെ ഒരു രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ കഥാപാത്രങ്ങളൊക്കെ വളരെ വൈകാരികമായ ഒരുപാട് തലങ്ങളുള്ള ഒരു കഥയാണ്, കഥാപാത്രങ്ങളാണ്. ഇമോഷണലായിട്ടും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അത്തരത്തിൽ എഴുതപ്പെട്ട ഒരുപാട് അതിഗംഭീരമായ രംഗങ്ങളുണ്ട്. അപ്പം ഞാനൊന്നും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിനിമ അതിനു മുമ്പ് ചെയ്തിട്ടില്ല. സിനിമയിൽ എത്തുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെയ്ത കാലത്ത് പോലും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിനിമ ആയിട്ടില്ല. ഇതായിരിക്കണം, തനിയാവർത്തനമായിരിക്കണം ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ഉരകല്ല്, എൻ്റെ പ്രതിഭയുടെ ഒരു ഉരകല്ല്, എൻ്റെ കഴിവിൻ്റെ ഒരു മാറ്റ് തിരിച്ചറിയാൻ പാകമായിരുന്നൊരു തിരക്കഥയാണ്. അത് ഇപ്പോൾ അത് വീണ്ടും അല്ലെങ്കിൽ ഈ കാലത്തും അത് ആ സിനിമയെ അതിലെ കഥാപാത്രത്തെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതും ആ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ്. ഈ കഥയുടെ എഴുതി വെച്ച വരികൾക്ക് ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് അത് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കാൻ പ്രേരകമായി തീർന്നത് ആ തിരക്കഥ തന്നെയാണ്. കാരണം അത്രമാത്രം ആഴത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ആ കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളൊക്കെയും അത് വളരെ കൃത്യമായിട്ട് ലോഹിതദാസ് അവിടെ വരച്ച് നമുക്ക് തന്നിട്ടുണ്ട് ആ ചിത്രങ്ങളൊക്കെ. അപ്പോൾ അത് വലിയൊരു ഗൈഡൻസ് ആയിരുന്നു. അത് ആ എഴുത്തിൻ്റെ ശക്തി തന്നെയാണ് ആ സിനിമയെ ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ ഒരു ദൃശ്യ ഭാഷ്യം ചമയ്ക്കാനായിട്ട് എനിക്ക്
സഹായമായി തീർന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മമ്മൂട്ടിയുടെ കഥാപാത്രം ബാലമാഷ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ അനുജത്തിയുടെ അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന അനുജത്തിയുടെ വിവാഹം സംബന്ധമായ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയും ഇയാൾ അവിടെ ഒരു ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ അയാളെ തള്ളി പറഞ്ഞിട്ട് അടുത്ത വീട്ടിലെ ആരോ ആണ്, അയാൾക്ക് ഈ പെൺകുട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് സ്ഥാപിക്കുന്ന, അയാളെ തകർത്ത് കളയുന്ന, അയാളും അത് ഏറ്റുപറയാണ്, ഞാൻ വഴിപോക്കനാണ്, ഇവിടെ 2 വീടപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു അയാൾ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വീടിൻ്റെ പിന്നാമ്പുറത്ത് വന്നിരുന്ന് ഇയാൾ നിൽക്കുമ്പോൾ അമ്മയും സഹോദരനൊക്കെ വന്നിട്ട് അവരിൽ നിന്ന് വന്നുപോയ ആ വീഴ്ചയെ അവർ ഏറ്റുപറയുന്നുണ്ട് അയാളുടെ മുമ്പിൽ. അപ്പം അത്തരത്തിൽ എനിക്കൊന്നും അതിനു മുമ്പ് നമുക്ക് മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത അത്ര അതിതീക്ഷ്ണമായിട്ടുള്ളൊരു വൈകാരിക രംഗമാണ്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പോലും ക്ലൈമാക്സിൽ ഈ അമ്മ അങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാമെന്നുള്ളൊരു തീരുമാനം. കാരണം ഇയാൾ ഇനി ഇവിടെ ഈ ചങ്ങലയിൽപ്പെട്ട് നരകിക്കുന്നൊരു ജീവിതത്തിലേക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനം അമ്മ എടുക്കുകയും അയാൾക്ക് ആ വിഷം കലർത്തിയ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെയും എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഞാൻ ചെയ്ത ഏറ്റവും അതിതീക്ഷ്ണമായ ഒരു ക്ലൈമാക്സ് രംഗമാണത്. വൈകാരികതയുടെ ഏറ്റവും മൂർത്തമായൊരവസ്ഥയാണത്. അത് ചെയ്യുമ്പോഴും രോഗി എഴുതി വെച്ചതിനും അപ്പുറത്തേക്ക് ഞാൻ സാധാരണ കടന്നു ചെല്ലുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഒന്ന് അതാണ്. ആ സിനിമ ആദ്യമായിട്ട് ഒരു പക്ഷേ തിരക്കഥാകൃത്തിനെ എഴുത്തിനും അപ്പുറത്തേക്ക് പോയി വിഷ്വൽസിനെ പുതിയ സാധ്യതകളെ കണ്ടെത്തിയതും അവിടെയാണ്. അതൊരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് എടുക്കാവുന്നൊരു സ്വാതന്ത്ര്യം കൂടിയാണ്. ആ രംഗം എടുക്കുമ്പോൾ തിരക്കഥയിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു തലത്തിലേക്ക് അതിനെ ഞാൻ ഒന്നും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് അമ്മ 6-ാം മാസത്തിൽ ചോറ് കൊടുക്കുന്ന ഒരു സന്ദർഭത്തെ അവിടേക്ക് കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ആദ്യമായിട്ട് ആ കുട്ടിക്ക് ചോറ് കൊടുത്ത, ആ ചോറൂണിന് സ്വന്തം കൈകൊണ്ട് വാരി കൊടുത്ത അതേ മകന് അതേ അമ്മ അതേ കൈകൾ കൊണ്ട് വിഷം കലർത്തിയ ചോറ് കൊടുത്ത് അവനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയ ഒരു അമ്മയാണ് നമ്മളവിടെ കാണിക്കുന്നത്. അത് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ തരുന്നത് വിഷം കലർത്തിയ ഭക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായി വാ തുറന്നു കൊടുക്കുന്ന ഒരു മകനുമുണ്ട്. സ്വയം പരസ്പരം അവർ ഈ ലോകം നമ്മുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങിപ്പോകുന്നൊരു സന്ദർഭമാണ്. അപ്പം അതൊക്കെയും ഞാൻ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള രംഗങ്ങളൊന്നും അതിനു മുമ്പ് ചെയ്യേണ്ട സാഹചര്യം സന്ദർഭവും എനിക്കുണ്ടായില്ല. അപ്പോൾ ഇത് കിട്ടിയ ആ അവസരത്തെ ഏറ്റവും നന്നായിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ചില നടന്മാർ പറയാറുണ്ട്, ഒരു കഥാപാത്രം അവർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങ് വിമുക്തനാവാൻ അല്ലെങ്കിൽ അതൊന്ന് ഇറക്കി വെക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമയിലെ കഥാപാത്രം ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടു നടക്കുന്ന നടന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്തത് ഭരത് ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടൻ എപ്പോഴും ആ കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണമായിട്ടും ഉള്ളിലെടുത്തിട്ട് ആ ഒരു മൂഡിൽ നിന്ന് പുറത്തു വരാതെ അതിൻ്റെ ചിത്രീകരണ സമയങ്ങളിൽ മുഴുവനും അതിനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ്. ഷോട്ടുകളുടെ ഇടവേളകളിൽ പോലും അദ്ദേഹം മറ്റ് കാര്യങ്ങളിൽ ഇടപെടാറില്ല. ഒരു സ്വകാര്യ തമാശ സംഭാഷണങ്ങളൊന്നും വിടത്തില്ല. അതേപോലെ ആ ക്യാരക്ടറിൻ്റെ ഒരു മൂഡിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ ഷൂട്ടിംഗ് സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ളത്. മറ്റൊരു നടൻ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് മുരളിയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ നമ്മൾ ഇതിനോടെല്ലാം ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല എന്നും കൂടി ഞാൻ ചിന്തിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഒരുപാട് ഇമോഷണൽ കണ്ടൻ്റുള്ള ആൾക്കാർ കരഞ്ഞിട്ടുള്ള ആൾക്കാരെ ഉലച്ചു കളഞ്ഞിട്ടുള്ള രംഗങ്ങളൊക്കെ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഞാൻ അതിൽ നിന്നും മാറി നിന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ അതിനകത്ത് ക്യാരി എവേ ആയിപ്പോകും. അതിൻ്റെ കൂടെ ഞാനും പോകേണ്ടി വന്നല്ലോ. പക്ഷേ എൻ്റെ എക്സിക്യൂഷൻ ഏരിയയിലൊക്കെ ഞാൻ ചിലപ്പം വൈകാരികതയ്ക്ക് കീഴ്പ്പെടാതെ മാറി നിൽക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. അതുപോലെ ക്ലിനിക്കലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണം. ചിലപ്പോൾ സിനിമ പിന്നീട് കാണുമ്പോൾ ഞാൻ ഇമോഷണലി ചിലപ്പോൾ എന്നെയും ബാധിക്കാറുണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും അതിനോട് ഡിറ്റാച്ച്ഡായിട്ട് എത്തിക്കണം. കാരണം ഞാൻ ഈ തിരക്കഥ പലവാറ്റി വായിച്ചിട്ടുണ്ട്. ഈ കഥാസന്ദർഭങ്ങളിലൂടെ ഞാൻ എൻ്റെ മനസ്സൊരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ആകാശദൂത് പോലുള്ള സിനിമകളെക്കുറിച്ചൊക്കെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അത് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കരഞ്ഞു എന്നുള്ളത്. ഞാൻ
കരയേണ്ട ഒരു സന്ദർഭത്തിൽ ഞാൻ എന്നെ വിട്ടുകൊടുക്കാറില്ല, ഞാനത് മാറി വരും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഒരുപക്ഷെ കഥാസന്ദർഭത്തെക്കാൾ കൂടുതൽ ആക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മളെ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ വല്ലാതെ രീതിയിൽ സ്പർശിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഒന്ന് തനിയാവർത്തനത്തിലെ മമ്മൂട്ടിയുടെ, ഞാൻ പറയില്ല, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന രംഗത്തൊരു ക്ലോസപ്പിൽ അയാൾ ബാലൻ മാഷ് അത് ഇവർ തള്ളിപ്പറഞ്ഞു തിരിച്ചറിയുന്നൊരു നിമിഷത്തിൽ അയാൾ അത് തിരിച്ചറിയാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അയാൾ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ അയാൾ അമ്മാവനെ നോക്കുന്നുണ്ട്, സ്വന്തം അനുജനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാം ഇയാൾക്ക് മുഖം തിരിച്ച് കളയുന്ന ഒരു സന്ദർഭത്തിൽ അയാൾ പറയുന്നത്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇതിനി എനിക്കിവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല, ഞാൻ ഇവിടുത്തെ ആളാണെന്നുള്ളത്. അത് തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ് അയാൾ പറയുന്നത്, ഞാനിവിടെ അടുത്തുള്ള ഒരാളാണ്, ഇതുവഴി പോയപ്പോൾ വന്നതാണ്. അത് എന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ വല്ലാതെ ഉലച്ചിട്ടുള്ളൊരു സന്ദർഭമാണ്. അതേപോലെ തന്നെ ഭരതത്തിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം ഈ ജ്യേഷ്ഠൻ്റെ വസ്തുവകകൾ തിരിച്ചറിയാൻ പോലീസ് അജ്ഞാത മൃതദേഹം എന്ന് പറഞ്ഞ് കിട്ടിയ ആ അയാളുടെ ബിലോങ്ങിങ്സ്, അയാൾക്ക് ആ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ജഡത്തിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങളും മറ്റു ചെരുപ്പുമൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ അത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അത് ഇയാളുടെ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന സന്ദർഭമുണ്ട്. അதைയും ഇതേപോലെ മറ്റൊരു ക്ലോസപ്പാണ്. ആ ക്ലോസപ്പിൽ ലാൽ ഇരുന്നിട്ട്, എനിക്ക് ലാലിലൂടെ പറയാനുണ്ടായിരുന്നത്, ഇയാൾ പോലീസുകാരൻ എടുക്കാനായിട്ട് പോകുന്നു, ഇയാളത് കാത്തിരിക്കുന്നു. അപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ള ചിന്ത മുഴുവൻ അതായിരിക്കരുത്, എൻ്റെ ജ്യേഷ്ഠൻ്റെതായിരിക്കരുത്, എന്നാൽ ആകുമോ എന്നൊരു ഭയവുമുണ്ട്. ഇത് ഈ വയസ്സൊരു സംഘർഷമാണ്. അതും മറ്റൊന്നും ഒരു ക്യാമറയുടെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്നിട്ട് അല്ലെങ്കിൽ സമീപത്തിരിക്കുന്ന ഉർവശിയാണ്. പക്ഷെ കൂടുതലായിട്ടും ലാലിൻ്റെ മാത്രം ക്ലോസ് ഷോട്ടിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ആ സന്ദർഭങ്ങളൊക്കെ ക്യാമറയുടെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഒരു സന്ദർഭം ഇയാൾ ഇനിയും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇയാൾ ഇനിയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കട്ട് പറയാതിരുന്നു. ഞാൻ റിഹേഴ്സലിലൊന്നും കാണാത്ത കാര്യങ്ങളാണ് അയാൾ ടേക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്താൽ ഒരുപക്ഷെ അത് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു നിധിയാണെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ ഒലഞ്ഞു തന്നെ ഇരിക്കുകയാണ്. അപ്പം അത്തരം അപൂർവമായ സന്ദർഭങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കിരീടത്തിൽ ആ ഒരു ചവയ്ക്കുന്നൊരു സീൻ എന്ന് പറയുന്നത് അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. അത്തരത്തിലൊരു ഗോഡ്സ് ഗിഫ്റ്റ് പോലെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് അറിയാതെ വന്നിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടോ, അത് ഒന്ന് വിവരിക്കാമോ? അതുള്ളത് ഈ കിരീടത്തിലെ ആ രംഗം, ആ മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ആവശ്യപ്പെട്ടതാണ് ലാലിൻ്റെ അടുത്ത്. എനിക്കൊരു ഇയാളൊരു എക്സെൻട്രിസിറ്റി ഉള്ളൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇയാളുടെ കൈവിട്ട് പോയിരിക്കുന്നു, ഇയാൾ ഒരാളെ കൊന്നിരിക്കുന്നു. ആ കൊന്ന ശേഷം കൊല്ലുമ്പോൾ അയാളൊരു നോർമൽ അവസ്ഥയിലായിരിക്കത്തില്ല. അയാൾ അങ്ങനെ ഒരാളായിരുന്നില്ല. അയാളൊരു സാധാരണ സാധുവായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് കൊല്ലേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഒരു നോർമലായിട്ടുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല അത് ചെയ്തിരിക്കുന്നത്. അയാൾക്ക് അയാളെ തന്നെ കൈവിട്ട് പോയൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞ ആ ഒരു എക്സെൻട്രിസിറ്റി എനിക്ക് കാണണം. വലിയ മൂമെൻറ്റ്സിനൊന്നും സ്കോപ്പില്ല, ഒരു സ്റ്റഡി ഷോട്ടിലായിരിക്കും. അപ്പം ഞാൻ കാളവണ്ടി ചാരി ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അടുത്ത് പോയി ഇരുന്നിട്ടാണ്. ഞാൻ മിക്കവാറും ആർട്ടിസ്റ്റുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന അടുത്ത് പോയിരുന്നു മാത്രം, അവരോട് മാത്രമേ പറയാറുള്ളൂ. മറ്റുള്ളവർക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിലുള്ളൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആക്ടറും ഞാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് പോയി ഇരുന്ന് പറയുകയും ലാലപ്പ എൻ്റെ അടുത്ത് വെച്ച് ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് ച്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയൊന്ന് കാണിക്കാൻ പറഞ്ഞു. എന്നെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ അത് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മതി, ഇത് കൃത്യമാണ്. കാരണം അയാൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. സിനിമയിൽ ഒരു ഘട്ടത്തിൽ പോലും അയാൾ അങ്ങനെ അനാവശ്യമായിട്ടുള്ളൊരു ച്യൂയിങ് നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. പിന്നീട് അത് അതേപോലെ ചെയ്തു. പിന്നീട് അത് മറ്റൊരു സിനിമയിൽ വീണ്ടും അത് ചെയ്യാനുള്ള സന്ദർഭം വന്നു. അത് സതയത്തിലാണ്. സതയത്തിൽ ഈ കുട്ടികളെ കൊല്ലുന്ന സന്ദർഭത്തിലും ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാളല്ല, നോർമലായിട്ടുള്ള സത്യനാഥനല്ല അത് ചെയ്തിരിക്കുന്നത്. അയാളും ഈ രീതിയിലൊരു എന്താണ് മാനസികമായ ഒരു പാളം തെറ്റിൽ സംഭവിക്കുന്നുണ്ട് അയാൾക്ക്. ആ ഘട്ടത്തിൽ അയാൾ ചെയ്തു പോയതാണ്. അപ്പോഴും നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്തു. ഞാൻ അപ്പം പറയാം, അന്ന് നമ്മൾ കിരീടത്തിൽ ചെയ്ത അതിൻ്റെ വേറൊരു വേർഷൻ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. എക്സാക്ട്ലി അതാണെന്ന് തോന്നുന്നില്ല, നമുക്ക് മാത്രം തിരിച്ചറിയാവുന്നൊരു മാറ്റം ഒന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അതിനകത്തും അത് വളരെ സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ ഈ സീൻ എടുക്കുമ്പോൾ തന്നെ, ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സീൻ എടുക്കുമ്പോൾ തന്നെയും
ലാലിൻ്റെ കണ്ണിൽ ഒരു കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ അവളോട് ഡയലോഗ് പറയുമ്പോഴത്തേക്കും ഇയാളുടെ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഗ്ലിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഗ്ലിസറിൻ ഇട്ടോന്ന് ചോദിച്ചു. അപ്പോൾ ലാൽ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനെ വിളിച്ച് ചോദിച്ചു, ആരെങ്കിലും പിന്നെ ഈ മേക്കപ്പ് അസിസ്റ്റൻസിനെ വിളിച്ച് ചോദിച്ചു, ആരെങ്കിലും ഗ്ലിസറിൻ കൊടുത്തോ ചോദിച്ചപ്പോൾ ഇല്ല. ലാലും പറഞ്ഞില്ല, ഇട്ടില്ല. എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ കണ്ണിലൊരു ഗ്ലിറ്റർ ഉണ്ട്, അതുകൊണ്ട് ഇല്ല, ഒന്നും മുന്നില്ല. അത് പക്ഷേ ഒരു ആക്ടറുടെ ഒരു അയാൾ കരയായിരുന്നില്ല. പിന്നീട് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തുന്ന ഒരാളുടെ കണ്ണുകൾക്കൊരു നനവുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചതാണ്. അതാണ് ആക്ടറുടെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അയാൾ പോലും അറിയാതെ അയാൾ ആ കഥാപാത്രത്തിൻ്റെ മാനസികമായ ശാരീരികമായ എല്ലാ അവസ്ഥകളിലേക്കും എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതൊരു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു നിമിഷമാണ്. ഇപ്പോഴും നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ആ ഷോട്ടുകൾ കാണുമ്പോൾ ആ ഒരു തിളക്കമുള്ള കണ്ണിൽ അത് അയാളുണ്ടായതാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. അതിലേക്ക് അയാൾ ഒരു പരകായ പ്രവേശം നടത്തുന്ന ഒരവസ്ഥയാണ്.